ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 4-ാം അധ്യായം. ഋഷഭാവതാരം കഴിഞ്ഞ് ഋഷഭദേവൻ്റെ ലീലകളെ കീർത്തിക്കുന്ന, ഋഷഭദേവൻ്റെ അഭരണ നൈപുണ്യത്തെ കീർത്തിക്കുന്ന അധ്യായമാണിത്. ശ്രീശുക ഉവാച. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ ചതുർത്ഥോധ്യായ. ശ്രീശുക ഉവാച. അഥഃ തം ഉത്പത്യൈവാഭിവ്യജ്യമാന ഭഗവത് ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിർ അനുദിനമേധമാന അനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണ ദേവതാശ്ച അവനിതല സമവനായാതിതരാം ജഗൃധുഃ. അഥ ഉത്പത്യ അഭിവ്യജ്യമാന ഭഗവത് ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിഃ ഉപശമം അനുദിനമേധമാന അനുഭാവം വിഭൂതിഭി ഉപശമം മഹാവിഭൂതി അനുദിനം ഏധമാന അനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണ ദേവതാശ്ച അവനിതല സമവനായ ആതിതരാം വാക്കായില്ലേ. ജഗൃധുഃ അവനിതല സമവനായ അതിതരാം എല്ലാം കിട്ടി വാക്കുകൾ. അഥഃ തമുത്പത്യൈവ അഭിവ്യജ്യമാന ഭഗവത് ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിരനുദിനമേധമാന അനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണ ദേവതാശ്ച അവനിതല സമവനായ അതിതരാം ജഗൃധുഃ. ജനനത്തിൽ തന്നെ കാലുകൾ, കൈത്തലങ്ങൾ എന്നീ ഭാഗങ്ങളിൽ വജ്രം, അങ്കുശം മുതലായ രേഖകളുണ്ടായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് അത് അംശമാണെന്ന് പറയുന്നതിൻ്റെ ഭഗവാന്റെ അംശമായിട്ടാണ് ഋഷഭാവതാരം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തൻ്റേത് മറ്റൊരാളുടേത് എന്ന ഭാവം കൊണ്ട് എൻ്റേതെന്നും മറ്റൊരാളിൻ്റേതെന്നുള്ള ഭാവം കൊണ്ടുണ്ടാകുന്ന ഭേദമൊന്നും ആ ഋഷഭദേവനുണ്ടായിരുന്നില്ല. അതുപോലെ വളരെ ശാന്തനായിരുന്നു. അതുപോലെ ഒരുപാട് വിഷയങ്ങളിലോട്ടൊന്നും തലയിടാതെ അതിനകത്തൊന്നും ഏർപ്പെടാതെ വിരാഗത വന്നവനായിരുന്നു. ഒന്നിനോടും അത്ര താല്പര്യമൊന്നും, ഒരുപാട് അമിത താല്പര്യമൊന്നും കാണിക്കാത്ത, അതുപോലെ വളരെ അധികം എല്ലാവർക്കും ഒന്നും ഉണ്ടാകാത്ത തരം ഐശ്വര്യം, അതുപോലെ എല്ലാ സമ്പത്തുകളുടെയും നിലനിൽപ്പ്, അതുപോലെ തേജസ്, കാണുമ്പോൾ തന്നെയുള്ള തേജസ് എന്ന ഈ മഹാഗുണങ്ങളൊക്കെ ഒത്തിരുന്ന ആളാണ്. അതുപോലെ എല്ലാം അദ്ദേഹത്തിന് ധർമ്മപ്രകാരം ഭരിക്കാനുള്ള ഒരു അത് വേണമെന്ന് ധർമ്മപ്രകാരമാണ് താൻ ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നതെന്നുള്ളൊരു സന്തോഷവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തസ്യ യുദ്ധം, രണ്ടാമത്തെ ശ്ലോകം, ശ്ലോകമല്ല, രണ്ടാമത്തെ ലൈന്. തസ്യ യുദ്ധം വർഷ്മണ വരീയസ ബൃഹത് ശോകേന ഓജസ ബലേന ശ്രിയ യശസ വീര്യ ശൗര്യാഭ്യാം പിതാ ഋഷഭ ഇതം നാമ ചകാര. പിതാവ് ആരാണ്? അദ്ദേഹത്തിൻ്റെ പിതാവ് നാഭിയാണ്. നാഭിയുടെ പുത്രന് ഋഷഭൻ എന്ന് നാമകരണം ചെയ്തു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വളരെയധികം ശ്രേഷ്ഠൻ, എല്ലാത്തിലും മുൻപിൽ നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ കവികൾക്കും വർണ്ണിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു ശരീരത്തിൻ്റെ ഇതുണ്ടെങ്കിലല്ലേ വർണ്ണിക്കാൻ പറ്റൂ. അത് അത്രയ്ക്കും കേമനാണെങ്കിലല്ലേ വർണ്ണിക്കാൻ പറ്റൂ.
അപ്പോൾ കവികൾക്കൊക്കെ വർണ്ണിക്കാൻ പറ്റത്തരത്തിലുള്ള ഒരു ശരീരം ബലമുണ്ട്, ഊർജ്ജസ്വലമായ തേജസ്സുണ്ട്, അസാധാരണമായ ഭംഗിയുണ്ട്, അലൗകികമായ കീർത്തിയുണ്ട്, പിന്നെ മറികടക്കാൻ സാധിക്കാത്ത ആ പ്രഭാവം അതില്ല, ഒരിക്കലും ഇല്ലാതെ വന്നു ക്ഷയിച്ചു പോകുന്ന ഉത്സാഹം, അങ്ങനെ ക്ഷയിച്ചു പോകാത്ത ഉത്സാഹം, അതുപോലെ ഗുണങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ശ്രേഷ്ഠൻ എന്നർത്ഥം വരുന്ന ഋഷഭൻ എന്ന പേര് പുത്രന് തീരുമാനിച്ചത്. 3 തസ്യ ഹി ഇന്ദ്ര എന്നാണ്. തസ്യ ഹി ഇന്ദ്ര സ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷ തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വര പ്രഹസ്യ ആത്മയോഗമായയാ സ്വവർഷം അജനാഭം നാമാഭ്യവർഷത്. അദ്ദേഹം എന്താ സ്പർദ്ധ ഉളവാക്കുന്ന ഭഗവാൻ ഇന്ദ്രനാണല്ലോ. ഇവിടെ ആർക്കെങ്കിലും ഗുണം വന്നാൽ ഉടനെ തൻ്റെ കസേര പോകുമോ എന്നുള്ള പേടി. ഭഗവതംശമായ ഇന്ദ്രൻ തസ്യവർഷ അവൻ്റെ വർഷത്തിൽ, അതായത് ഈ ഋഷഭദേവൻ്റെ സ്ഥലത്ത് ഭാരതഭൂമിയിൽ വർഷിച്ചില്ല. തൻ്റെ കീർത്തി പോകുമെന്ന് കരുതി, തൻ്റെ കീർത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മഴ ഉണ്ടാക്കിയില്ല. മഴയുണ്ടാക്കുന്ന ആളാണല്ലോ ഇന്ദ്രൻ. അങ്ങനെ അതിനെ മനസ്സിലാക്കിയിട്ട് യോഗങ്ങളുടെ എല്ലാം ഫലദാതാവായ ഭഗവാന്റെ അംശാവതാരവുമായ ഋഷഭദേവൻ പ്രഹസ്യ എന്ന് വെച്ചാൽ പുഞ്ചിരിച്ചിട്ട്, ഹാസ്യം ചെയ്തിട്ട്, കളിയാക്കിയപ്പോൾ ചിരിച്ചിട്ട്, ആത്മയോഗമായ സ്വന്തം യോഗശക്തി കൊണ്ട് അജനാഭമാണ്. അന്നത്തെ പേര് അജനാഭം എന്നായിരുന്നു. ഭാരതത്തിൻ്റെ പേര് അജനാഭം. നാമസ്വവർഷം, തൻ്റെ ഖണ്ഡത്തെ, തൻ്റെ ഭൂമിയെ അഭ്യവർഷിപ്പിച്ചു. അവിടെ വർഷം ഉണ്ടാക്കി. ഭഗവാൻ വിചാരിച്ചാലാണോ നടക്കാത്തത്? അപ്പോൾ ദേവേന്ദ്രൻ അത്ര ഇത് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദേവേന്ദ്രനെ ഹാസ്യത്തോടെ, ഒരു നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയോടെ നേരിട്ട് ആ ഭഗവാന്റെ അംശാവതാരമായ ഋഷഭൻ അവിടെ മഴ ഉണ്ടാക്കി. 4 നാഭിസ്തു യഥാഭിലഷിതം സുപ്രജാസ്ത്വം അപരുദ്ധ്യാതിപ്രമോദഭരവിഹ്വലോ ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതം അതിർവത്സ താതേതി സാനുരാഗം ഉപലാളയൻ പരാം നിർവൃതിം ഉപഗതഃ. നാഭിയാവട്ടെ യഥാഭിലഷിതം, ചിന്തിച്ചതുപോലെ തന്നെ, ആഗ്രഹിച്ചതുപോലെ തന്നെ, അഭിലഷിച്ചതുപോലെ തന്നെ, സുപ്രജാസ്ത്വം അവരുദ്ധ്യാതിപ്രമോദഭരവിഹ്വലോ, സുപ്രജാസ്ത്വം ശോഭനമായ പുത്രനോട് ശോഭനമായ ഭാവത്തെ കൊണ്ടിട്ട് അവരുദ്ധ്യ പ്രാപിച്ചിട്ട്, പ്രമോദഭരവിഹ്വല സന്തോഷം കൊണ്ട് പരവശനായിട്ട്, ഗദ്ഗദാക്ഷര ഗിരയ ഗദ്ഗദപൂർവം പറഞ്ഞു. അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ ഗദ്ഗദമായിട്ടാണ് വരുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റാതെ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ നമുക്ക് ഗദ്ഗദമുണ്ടാകും. ഗദ്ഗദാക്ഷരയാ ഗിര, ഇങ്ങനെ വാക്കുകൊണ്ട്. സ്വൈര്യം ഗൃഹീത നരധർമ്മം ഈ മനുഷ്യ ശരീരത്തെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചതാണ് ഭഗവാൻ. ഭഗവന്തം പുരാണപുരുഷം, ഭഗവാനായ ആ പുരാണപുരുഷനെ മായാവിലസിതമതി, മായയുടെ മായ കൊണ്ടുണ്ടായതായ ബുദ്ധിയോട് കൂടിയവനായിട്ട്, വത്സ താത ഈതി ബാലക സൗമ്യ എന്നിങ്ങനെ അനുരാഗപൂർവം, അനുരാഗത്തോടു കൂടി, ഉപലാടയൻ അടുത്ത് ഇരുത്തി ലാളിക്കുന്നവനായിട്ട്, പരാം നിർവൃതിം ഉപഗത ആ നിർവൃതിയെ, ആ അലൗകികമായ സന്തോഷത്തെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തെ പ്രാപിച്ചു. ഉപഗത പ്രാപിച്ചു. എല്ലാ വാക്കും കിട്ടിയല്ലോ ഇതിനകത്ത്. 5 വിദിതാനുരാഗമാപൗര പ്രകൃതി ജനപദോ രാജാ നാഭിരാത്മജം സമയസേതു രക്ഷായാമഭിഷിച്യ ബ്രാഹ്മണേഷു ഉപനിധായ സഹമേരുദേവ്യാ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവമുപാസീന
കാലേന തന്മഹിമാനം അവാപ. അതിനകത്ത് പിരിക്കാനൊന്നുമില്ല. ഞാൻ വായിച്ചതുപോലെ കോമ ഇട്ടാൽ മതി. ഒന്നുകൂടെ പറയാം. വിദിതാനുരാഗം ആ പൗര പ്രകൃതി ജനപദോ രാജാനാഭിരാത്മജം സമയസേതു രക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേഷു ഉപനിധായ സഹമേരുദേവ്യ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീന കാലേന തന്മഹിമാനം അവാപ. അതുപോലെ സാധാരണ ജനങ്ങൾക്കും മന്ത്രിമാർക്കും അതുപോലെ സാധാരണ പൗരന്മാർക്കും തൻ്റെ പുത്രനിൽ പരമമായ സ്നേഹം ഉള്ളതായിട്ട് നാഭി അറിഞ്ഞു. നാഭിക്ക് മനസ്സിലായി തൻ്റെ പുത്രനോട് എല്ലാവർക്കും വളരെ സന്തോഷമാണെന്ന് അറിഞ്ഞു. അവരുടെ അഭിപ്രായത്തെ പ്രമാണമായി സ്വീകരിച്ച് അവരുടെയൊക്കെ സമ്മതത്തോടുകൂടി ധർമ്മ സംരക്ഷണത്തിന് പുത്രനെ ആ വാക്ക് തന്നെ ആത്മജനെ അഭിഷേകം ചെയ്തു. യുവരാജാവായിട്ട് നാഭി അഭിഷേകത്തിന് സന്തോഷമായി. കാരണം മകനെ എല്ലാത്തിനും പര്യാപ്തനായ ഒരു മകനാണ് തനിക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വളരെ ഒത്തിരി പാടുപെട്ടാണ് കിട്ടിയത് അല്ലേ, യജ്ഞമൊക്കെ നടത്തിയാണ് കിട്ടിയത്. അപ്പോൾ ആ ഭഗവാനായ വംശാവതാരമായ ഋഷഭനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. രാജ്യപരിപാലനം ചെയ്യുവാൻ തീരുമാനിച്ച് ഋഷഭനെ ഏൽപ്പിച്ചു. തൻ്റെ പുത്രനായ ഋഷഭനെ ഏൽപ്പിച്ചു. ബ്രാഹ്മണ വശവർത്തിയായിട്ട് രാജ്യപരിപാലനം ചെയ്യുവാൻ നിശ്ചയിച്ചു. ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരം പ്രജാപരിപാലനം ചെയ്യാൻ തീരുമാനിച്ചു. നാഭി ഭാര്യയായ മേരുദേവിയോടുകൂടി വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് ഇനി ഇവിടെ നിന്ന് മകനെ കൊണ്ട് ഭരിപ്പിക്കാൻ നോക്കിയില്ല. അവിടെ വിട്ടങ്ങ് പോയി. മകൻ ഭരിക്കുന്ന പോലെ ഭരിക്കട്ടെ, അദ്ദേഹം അതിന് പ്രാപ്തനാണെന്ന് കണ്ടിട്ടാണല്ലോ യുവരാജാവായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ബദരി ആശ്രമത്തിൽ പ്രവേശിച്ചു. അതുപോലെ അന്യരെ ആയിട്ടുള്ള തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിൽ വളരെ സമർത്ഥനായിരിക്കുന്ന തപസ് കൊണ്ട് നാഭി തപസ് കൊണ്ടും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുന്നു എന്നാൽ ഭഗവാനിൽ ഉറപ്പിച്ച് സമാധി യോഗം കൊണ്ടും നരനാരായണൻ എന്ന സുപ്രസിദ്ധ നാമത്തെ മനസ്സിലാക്കി ബദരി ആശ്രമത്തിൽ ഭക്തൻ്റെ ആ നരനാരായണന്മാരുടെ അനുഗ്രഹത്തിനായിട്ട് വിളങ്ങുന്ന ഭഗവാൻ വാസുദേവനെ സേവിച്ചു പോന്നു. അവിടെ ഇരുന്ന് നരനാരായണൻ്റെ ആശ്രമത്തിൽ എവിടെയാത്? ബദരിയിൽ നരനാരായണന്മാരുടെ ആശ്രമത്തിലിരുന്ന് വാസുദേവനെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ, മഹാവിഷ്ണുവിനെ സേവിച്ചു പോന്നു. ജീവൻ മുക്തി പ്രാപിച്ച് നാഭിയുടെ ആ കഥ അവിടെ തീരുന്നു. നാഭി മഹാവിഷ്ണു പാദത്തിൽ മേരുദേവിയോട് കൂടി എത്തിച്ചേർന്നു. 6 യസ്യഹ പാണ്ഡവേയ ശ്ലോകൗ ഉദാഹരന്തി എന്ന് പറഞ്ഞാൽ ശ്ലോകൗ ഉദാഹരന്തി എന്നാണ്. ശ്ലോകാ ഉദാഹരന്തി എന്നല്ലെങ്കിൽ വായിച്ചോണം. രണ്ടും ശരി, അതൊന്ന് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. കോ നു തത് കർമ്മ രാജർഷേർനാഭേരന്വാചരേത് പുമാൻ അപത്യതാം അഗാദ് യസ്യ അങ്ങനെയല്ലേ? യസ്യ അപത്യതാമഗാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണ. നാഭി ഉദാഹരിക്കുന്നു. അതായത് എങ്ങനെയാണ്? ഈ 2 ശ്ലോകം കൊണ്ട് ഉദാഹരിക്കുന്നു. രാജർഷിയായ നാഭിയുടെ ആ കർമ്മത്തെ പുമാൻ ഏതൊരു പുരുഷൻ അനുചരിക്കും. ആ യസ്യ അവൻ്റെ ശുദ്ധേന കർമ്മണ പരിശുദ്ധ കർമ്മത്താൽ ഭഗവാൻ പുത്രഭാവത്തെ അഗാധ പ്രാപിച്ചു. നാഭിയുടെ യശസ്സിനെ വർണ്ണിക്കുന്നതിനായി പൂർവ്വകവികൾ നേരത്തെ എഴുതി ഈ 2 പദ്യങ്ങൾ ഉദാഹരിക്കുന്നു. രാജർഷിയായ നാഭിയുടെ കർമ്മത്തെ അനുസരിച്ച് കർമ്മം ചെയ്യുവാൻ ലോകത്തിൽ ആർക്ക് സാധിക്കും? അത്രയ്ക്ക് ധർമ്മപരിപാലനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. യാതൊരുവൻ്റെ ഭക്തിഭാവത്താലാണോ പരിശുദ്ധമായ കർമ്മം നിമിത്തം
ഭഗവാൻ പ്രസന്നനായി തീർന്നത്. അത് ആ ആള് പുത്രനായി അവതരിച്ചുവല്ലോ. നാഭിക്ക് അത്രയും അതിൽ കൂടുതൽ എന്താണ് സ്വന്തം പൂജിച്ചു വന്നിരുന്ന ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിക്കുക. അതിൽ പരം സന്തോഷം എന്താണ് ഉണ്ടാകാനുള്ളത്? അതിൽ പരം ആനന്ദം എന്താണ് ഉണ്ടാകാനുള്ളത് നാഭിക്ക്? 7 ബ്രഹ്മണ്യോന്യ കുതോ നാഭേർ വിപ്ര മംഗളപൂജിത യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുരോജസ. നാഭിക്ക് തുല്യനായ ബ്രാഹ്മണ ഭക്തൻ ലോകത്തിൽ അന്യൻ ഏതൊരുവനാകുന്നു. വേറെ ആരുമില്ല. വേറെ ഒരാൾ നാഭിക്ക് തുല്യനായിട്ട് ആരാ ഉള്ളത്? ആരുമില്ല. അത് എന്താണെന്ന് വെച്ചാൽ, യാതൊരുവൻ്റെ യജ്ഞത്തിലാണോ അദ്ദേഹത്തെ ദക്ഷിണ മുതലായ മംഗളപദാർത്ഥങ്ങളാൽ സ്വീകരിക്കപ്പെട്ട ബ്രാഹ്മണർ വളരെ സന്തുഷ്ടരായിട്ട് ഫലദാതാവായ ഭഗവാനെ മന്ത്രങ്ങളുടെ ഇതുകൊണ്ട് പ്രഭാവം കൊണ്ട് പ്രത്യക്ഷനാക്കിയിട്ടാണ് നാഭിക്ക് കൊടുത്തത്, കാട്ടിക്കൊടുത്തത്. നാഭിക്ക് ഭഗവാനെ പ്രത്യക്ഷനായിട്ട് കാട്ടിക്കൊടുത്തു. ബ്രാഹ്മണൻ്റെ ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അവർ വേണ്ട വിധം കാട്ടിക്കൊടുത്തു. അത് വേറെ ആർക്കാണ് ലഭിക്കുന്നതെന്ന്. അഥഹ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാന പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർ ഗുരുഭിര അനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാനനുശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായാംനാദം അഭിയുഞ്ജൻ ആത്മജാനാത്മാത്മസമാനാനാം ശതം ജനയാമാസ. വർക്കുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കണമേ. സമാംനായാംനാദം, അത് അവസാന ഭാഗത്ത്. സമാംനായാംനാദം അഭിയുഞ്ജൻ ആത്മജാനാം ആത്മസമാനാനാം എന്നാക്കണം. അവിടെ അതേ ഉള്ളൂ തിരുത്താനായിട്ട് കൂടുതൽ. അഥഹ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാന പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർ, ഗുരുകുലവാസത്തിൽ കൂടിയവനായിട്ട് പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർ, വരം കിട്ടിയത് ഗുരുഭിരനുജ്ഞാതോ, ഗുരുക്കന്മാരാൽ അനുവദിച്ചിട്ട് ഗൃഹമേധിനാം ധർമാന അനുശിക്ഷമാണോ, ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കാനായിട്ട് അഭ്യസിക്കുന്നവനായിട്ട്. സമാംനായാംനാദം ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം. ജയന്തി എന്നാണ് ഇന്ദ്രനാൽ നൽകപ്പെട്ട, ഇന്ദ്രൻ്റെ പുത്രിയാണ് ജയന്തിയാണ് ഋഷഭന് കൊടുത്തത്. അപ്പോൾ ജയന്ത്യാം ഇന്ദ്രദത്തായാം, ഇന്ദ്രനാൽ കൊടുക്കപ്പെട്ട ജയന്തി. ഉഭയലക്ഷണം കർമ്മ സമാംനായാംനാദം ആക്കുക. പിന്നെ അഭിയുഞ്ജൻ ആത്മജാനാം ആത്മസമാനാനാം, വാക്കുകളൊക്കെ കിട്ടിയല്ലോ. സമാംനായാംനാദം സമാംനായാംനാദം എന്നാക്കിയിട്ട് പിന്നെ അഭിയുഞ്ജൻ ആത്മജാനാം ആക്കുക. പിന്നെ ആത്മസമാനാനാം ശതം ജനയാമാസ. ശതം ഋഷഭദേവൻ അവിടെ ഗുരുകുലവാസമൊക്കെ ചെയ്ത് ഗുരുക്കന്മാർക്കെല്ലാം ഗുരുദക്ഷിണയൊക്കെ ചെയ്ത് ഗൃഹസ്ഥാശ്രമം അവരുടെ സമ്മതത്തോടു കൂടി ഇന്ദ്രൻ്റെ പുത്രിയായ ജയന്തി എന്നു പേരായ സ്വഭാര്യ ഉണ്ടായി. അവർ വിവാഹം ചെയ്തു. അവരിൽ ആത്മതുല്യന്മാരായ 100 പുത്രന്മാർ ഉണ്ടായി. ഋഷഭദേവന് വലിയൊരു ഗൃഹസ്ഥാശ്രമിയായിട്ട് 100 പുത്രന്മാരുണ്ടായി. 9 യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠ ശ്രേഷ്ഠഗുണ ആസീത് യേനേദം വർഷം ഭാരതമിതി വ്യപദിശന്തി. അങ്ങനെ ഭാരതം എന്ന ഭൂഖണ്ഡത്തെ വ്യപദിശന്തി പറയുന്നു. പ്രജകൾക്ക് സന്തോഷമുണ്ടാകത്തരത്തിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ആ പ്രസിദ്ധനായ ഭരതൻ, ജ്യേഷ്ഠപുത്രൻ ഭരതനാണ് ഏറ്റവും മൂത്ത പുത്രനായിട്ട് ജനിച്ചത് ഋഷഭദേവനും ജയന്തിക്കും.
ആ മഹാരാജാവിൻ്റെ ഗുണം കൊണ്ട് അജനാഭം എന്ന് വിളിച്ചു വന്നിരുന്ന ഈ ഭൂഖണ്ഡത്തെ ഭരതൻ ഭരിച്ചത് എന്നുള്ള പേരിൽ ഭാരതം എന്നറിയപ്പെട്ടു. അപ്പോൾ ഭാരതം എന്നുള്ള അറിയപ്പെട്ടത് ദുഷ്യന്തപുത്രനായ ഭരതൻ്റെ കാലത്തെ ആ കാര്യമല്ല, ഋഷഭദേവൻ്റെ പുത്രനായ ഭരതൻ ഭരിച്ച രാജ്യം അജനാഭം എന്നായിരുന്നു എന്നൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭൂഗോള വർണ്ണനത്തിൽ. അതുകൊണ്ട് ഭരതം ഭരിച്ച രാജ്യം ഭാരതം. അത് ദുഷ്യന്തപുത്രൻ, ശകുന്തളയ്ക്കും ദുഷ്യന്തനും ഉണ്ടായ പുത്രൻ്റെ പേരും ഭരതൻ എന്നാണ്. അങ്ങനെ ചിലർ പറയാറുണ്ട് ആ കഥ പറയുമ്പോൾ. ആ ഭരതനല്ല, ഈ ഭരതനാണ്. ശ്രീരാമദേവൻ്റെ അനുജനായ ഭരതനുമല്ല, ഈ ഋഷഭപുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് അജനാഭം എന്നു പേരുള്ള നമ്മുടെ ഇപ്പോൾ ഇന്ത്യ എന്നു പേരുള്ള നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേര് കിട്ടിയത്. ഇനി മറക്കാതിരിക്കുക, നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. അജനാഭം എന്നായിരുന്നു പണ്ടത്തെ നമ്മളുടെ രാജ്യത്തിൻ്റെ പേര്. ആ അജനാഭമാണ് ഋഷഭപുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതമെന്ന് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. 10 തമനു കുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയ കേതുർ ഭദ്രസേന ഇന്ദ്രസ്പൃഗ് വിദർഭ കീകട ഇതി നവനവതി പ്രധാനാഹ. ഇന്ദ്രസ്പൃഗ് വിദർഭ എന്നാക്കണം, അത് ഒന്നിച്ചാണെങ്കിൽ 9 പേർ. അത് അങ്ങനെ അനുസരിച്ച് 9 പേർ നവതി പ്രധാന, ബാക്കിയുള്ള 90 പേരിൽ പ്രധാന ഗുണങ്ങളുള്ള അതുകൊണ്ട് നവതി പ്രധാന എന്ന് പറയുന്നുണ്ട്. ഭരതനെ രാജ്യഭരണത്തിൽ അനുസരിച്ച കുശാവർത്തൻ, നിളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃക്ക്, വിദർഭൻ, കീകടൻ എന്നുപേരായ 9 പേർ ബാക്കിയുള്ള 90 പേരുടെ ജ്യേഷ്ഠന്മാരായ പ്രധാനന്മാരായി തീർന്നു. ഈ 90 പേരുടെ മുമ്പിലുള്ള 9 പേര് വളരെ പ്രസിദ്ധരായി തീർന്നു. ആ പേരുകളെല്ലാം കിട്ടിയില്ലേ? കുശാവർത്ത ഇളാവർത്ത ബ്രഹ്മാവർത്തോ മലയ കേതുർ ഭദ്രസേന ഇന്ദ്രസ്പൃഗ് വിദർഭ കീകട ഇതി നവതി പ്രധാനാഹ. 11 കവിർ ഹരിർ അന്തരിക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധ ദ്രുമിളഃ ചമസ കരഭാജന ഇതി ഭാഗവതധർമ്മദർശന നവ മഹാഭാഗവതാസ്തേഷാം സുചരിതം ഭഗവൻ മഹിമോപബൃംഹിതം വസുദേവനാരദ ഉപശമായനം ഉപരിഷ്ടാദ വർണ്ണയിഷ്യാമഃ. കവി ഹരി അന്തരിക്ഷൻ, പ്രബുദ്ധൻ പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, അങ്ങനെ 9 പേര്. അത് അവർ മഹാഭക്തന്മാരാണ്. അവർ ഭഗവാനെ ഭജിച്ച് ആ സന്യാസ ജീവിതം സ്വീകരിച്ചു. ഭഗവാന്റെ മഹിമ നിമിത്തം അവരുടെ ചരിത്രത്തിന് വളരെ ശോഭ വർദ്ധിച്ചിരിക്കുന്നു. ഭഗവാനെ ഭജിച്ചതുകൊണ്ട് ഇത്രയും പേര്. വസുദേവർക്കും നാരദമുനിക്കും അവരെ തമ്മിലുണ്ടായ സംവാദത്തിൽ ഇവരുടെ ഭക്തിയെക്കുറിച്ച് വളരെയധികം പ്രശംസിച്ച് പറയപ്പെട്ടിരിക്കുന്നു. ലോകത്തിലുള്ള ഭക്തന്മാർക്കെല്ലാം ശാന്തി മാർഗത്തെ പഠിപ്പിക്കുന്നതിന് ഇവരുടെ പുണ്യചരിതത്തെ ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിച്ച് പറയാം എന്ന് പറഞ്ഞ് അവിടെ അതുകൊണ്ട് നിർത്തുകയാണ്. യവീയാംസ ഏകാശീതിർ ജായന്തേയ പിതുരാ ദേശകാരിണോ മഹാശാലീന മഹാശ്രോത്രിയ യജ്ഞശീല കർമ്മവിശുദ്ധ ബ്രാഹ്മണ ബഭൂവുഃ. യവീയാംസ അത് കനിഷ്ഠന്മാരായ കനിഷ്ഠരായ ജായന്തേയ ജയന്തിപുത്രന്മാർ ഏകാശീതി 81 പേര്. പിതു ആദേശകാരണ പിതാവിൻ്റെ ആ നിർദ്ദേശപ്രകാരം മഹാശാലീന വളരെ ഗുണശാലികളും വേദാധ്യയനമുള്ളവരും മഹാശ്രോത്രിയ ആ വേദങ്ങളൊക്കെ അഭ്യസിച്ചവരും യജ്ഞങ്ങൾക്ക് യാഗാദി കർമ്മ അനുഷ്ഠിക്കുന്ന വളരെ താല്പര്യമുള്ളവരും കർമ്മവിശുദ്ധ കർമ്മ കൊണ്ട് മനസ്സിനെ ശുദ്ധി പ്രാപിച്ചവരും ആയ ബ്രാഹ്മണന്മാരായി ഭവിച്ചു. അവർ സാധാരണ പോലെ ജീവിച്ചു. 13 ഭഗവാൻ ഋഷഭസജ്ഞ ആത്മതന്ത്ര സ്വയം നിത്യ നിവൃത്ത അനർത്ഥ പരമ്പര. സ്വയം നിത്യനിവൃത്ത അനർത്ഥ പരമ്പര
കേവലാനന്ദാനുഭവ ഈശ്വരയേവ വിപരീതവത് കർമാണ്യരഭമാണഃ കാലേന അനുഗതം ധർമ്മമാചരണേന ഉപശിക്ഷയൻ അതദ്വിദാം ഉപശാന്തോ മൈത്രകാരുണികോ ധർമാർത്ഥയശ പ്രജാനന്ദാമൃതാവരോധേന ഗൃഹേഷു ലോകം നിയമയത്. ഭഗവാൻ ഋഷഭൻ എന്നു പേരായ ആള് ആത്മതന്ത്ര സ്വതന്ത്രനും ഭഗവാൻ നിവൃത്ത അനർത്ഥ പരമ്പര, അതുപോലെ താനേ തന്നെ നിത്യവും നിവർത്തിച്ചിരിക്കുന്ന അനർത്ഥ പരമ്പരയോടുകൂടിയ ഈശ്വരനും കേവല ആനന്ദത്തിൻ്റെ അനുഭവത്തോടു കൂടിയവനുമായിരുന്നു. എന്നാലും വിപരീതവത് അപ്രകാരമല്ലാത്തവനെപ്പോലെ കർമ്മങ്ങളെ ആരംഭിക്കുന്നവനായിട്ട് കാലം കൊണ്ട് അനുഗതം ധർമ്മം ക്ഷയിച്ചിരിക്കുന്ന ധർമ്മത്തെ ആചരണേന അനുഷ്ഠാനം കൊണ്ട് അതദ്വിധാം അറിവില്ലാത്തവരെ ഉപശിക്ഷയൻ പഠിപ്പിക്കുന്നവനും സമഭാവനയുള്ളവനും ഉപശാന്തക എപ്പോഴും ശാന്ത സ്വഭാവനായിട്ടിരിക്കുന്നവനും മൈത്രഹ അതുപോലെ ഓരോരുത്തർക്കും മിത്രഭാവത്തെ കൊടുക്കുന്നവനും എപ്പോഴും അവർക്കിഷ്ടമുള്ളത് ചെയ്യുന്നവനും കരുണാശീലനുമായിട്ട് ധർമാർത്ഥയശ പ്രജാനന്ദാമൃതാവരോധേന ധർമ്മ അർത്ഥ യശ അതുപോലെ തന്നെ പ്രജാനന്ദം അമൃതം എന്നിവയെ അനുസരിച്ചുകൊണ്ട് ഗൃഹങ്ങളിൽ ലോകത്തെ നിയമയത് അവരെ ലോകത്തിലേക്ക് അതിനായിട്ട് നിയമിച്ചു. ഋഷഭൻ എന്ന പേരോട് കൂടിയിരിക്കുന്ന ആള് ഈശ്വരൻ സ്വതന്ത്രനും സ്വതേ തന്നെ നിത്യവും അനർത്ഥങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനും അതുപോലെ തന്നെ ചിത്ത ആനന്ദ സ്വരൂപനുമാകുന്നു. എങ്കിലും അങ്ങനെ അല്ലാത്തവൻ എന്ന പോലെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ ആചരിച്ചു. രണ്ട് അവസ്ഥകളിലും ദ്വന്ദ്വാവസ്ഥകളിൽ സുഖവും ദുഃഖവും അവസ്ഥകളിലും സന്തോഷവും സന്തോഷവും ഇല്ലാത്തവനായിട്ടും ഇന്ദ്രിയ കാര്യങ്ങളിലൊന്നും എല്ലാത്തിൽ നിന്നും വിരക്തനായവനും ലോകത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്നവനും അത് നിത്യവും ആചരിക്കുന്നവനും ദുഃഖിതന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നവനും കാലം കൊണ്ട് നശിച്ചിരിക്കുന്ന ഗൃഹധർമ്മങ്ങൾ സ്ഥലധർമ്മങ്ങൾ ഓരോ ധർമ്മങ്ങളുണ്ട്, അതിനെയൊക്കെ അറിയാതിരിക്കുന്നവരെ തൻ്റെ അനുഷ്ഠാനം കൊണ്ട് അവിടെയാണ് താൻ കാണിച്ചു കൊടുക്കുന്ന അത് കാണിച്ചു കൊടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതായത് പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് പഠിപ്പിക്കില്ല, തൻ്റെ അനുഷ്ഠാനം കൊണ്ട് അവരെ കാണിച്ചു കൊടുത്ത് അതുപോലെ ചെയ്യുക എന്ന് കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ ധർമ്മം, അർത്ഥം, കീർത്തി, സന്താനം, സുഖം, അതുപോലെ മോക്ഷം എന്നിവയെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹധർമ്മങ്ങളിൽ ഈ തരത്തിൽ ഇരിക്കണമെന്ന് മനസ്സിലാക്കി കൊടുത്തു. 14 യദ്യത് ശീർഷണ്യാചരിതം ശീർഷണ്യാചരിതം തത് അനുവർത്തതേ ലോകഃ യദ്യത് ശീർഷണ്യാചരിതം തദനുവർത്തതേ ലോകഃ. അത് താൻ ആചരിച്ചുകൊണ്ട് മാത്രം ലോകത്തിൽ ഗൃഹധർമ്മം ഉറയ്ക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ലോകത്തിൽ അത് എങ്ങനെയാണെന്ന് നമുക്കൊരു സംശയം തോന്നും. താൻ അങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താ? ശ്രേഷ്ഠന്മാരെന്ന സർവരും ഒരുപാട് പേര്, ഭൂരിപക്ഷം പേരും സമ്മതിച്ചിരിക്കുന്ന ഒരാൾ ആ മഹാന്മാർ ഏതുവിധം പ്രവർത്തിക്കുന്നുവോ അത് ശരിയാണെന്ന് ധരിച്ച് അത് അനുകരിക്കാൻ ശ്രമിക്കും, അല്ലേ? മറ്റുള്ള ജനങ്ങൾ അത് അനുസരിക്കും. അത് ലോക സമ്പ്രദായമാണ്. അത് നമ്മുടെ ഭഗവത്ഗീതയിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. യദ്യത് ആചരതേ ശ്രേഷ്ഠ തത്തദേവേനു രോചന തത് യത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. അത് ഇവിടെ ഭാഗവതത്തിൽ വേറൊരു സ്ഥലത്തും അത് പറയുന്നുണ്ട്. ഇവിടെയാണെന്ന് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ഭഗവത്ഗീതയിലുണ്ട് ഇത് കൃത്യം. യദ്യത് ആചരതേ ശ്രേഷ്ഠ തത്തദേവേത രോചന സ യത് പ്രമാണം കുരുതേ. അത് പ്രമാണമാക്കി എടുത്തിട്ട്
കുരുതേ ലോകസ്ഥത അനുവർത്തതേ, ലോകം മുഴുവൻ അത് അനുവർത്തിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. നമ്മൾ പറയില്ലേ ഇന്നടത്ത് ഗാന്ധിജി, ഇപ്പം നമ്മുടെ സമകാലീന നമ്മൾ ജീവിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മഹാത്മാവാണ് ഗാന്ധിജി. ഗാന്ധിജി അങ്ങനെ ചെയ്തിരുന്നല്ലോ. അപ്പം അത് ഏറ്റവും ശരിയാണ്, ശരിയായത് ചെയ്യുന്നയാളാണ്. അതിനെ അനുകരിക്കാനായിട്ട് ഒരു പറ്റം ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അത് വിശേഷമാണ്, അത് ശരിയാണ് എന്ന് ധരിച്ച്. അപ്പോൾ അതുകൊണ്ട് മഹാത്മാക്കൾ എന്ന് കരുതുന്നവർക്ക് വളരെയധികം പ്രാരബ്ധമാണ്. എന്താ, അവർക്ക് ഒരു കാര്യത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ പറ്റില്ല. കാരണം അവരെ അനുകരിക്കാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അതുകൊണ്ട് ശ്രേഷ്ഠന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. അവർക്ക് ഒരു കാര്യങ്ങളിലും സീമ ലംഘിക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ ഋഷഭദേവനെ ഒരു നമ്മൾ മോഡൽ ആയിട്ട് എടുക്കുക എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ റോൾ മോഡലായിട്ട് എടുത്ത് പ്രജകളൊക്കെ സന്തോഷിച്ച എങ്ങനെയാണെന്ന് വിശദീകരിച്ച ഈ ശ്ലോകത്തിൽ. യദ്യ ശീർഷണ്യാചരിതം തത്തത് അനുവർത്തത്തെ ലോകഃ. 15 യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണൈർ ദർശിതമാർഗേണ സാമാദിഭിർ ഉപായൈർ ജനതാം അനുശാസാം. യദ് അപി സ്വവിദിതം യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണൈർ ദർശിതമാർഗേണ സമാധിഭിർ ഉപായൈർ ജനതാം അനുശാസ. ജനതാം, ഈ സകല ധർമ്മങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ വേദത്തിൻ്റെ രഹസ്യമായ അർത്ഥത്തെ എനിക്ക് താൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ബ്രാഹ്മണർ പറയുന്ന മാർഗത്തിൽ നിന്ന് മാറാതെ സമുദായത്തെ കൊണ്ട് അത് ആചരിപ്പിച്ചു, അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അതായത് തൻ്റെ പ്രജകളെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അതിന് സാമാദികളായ ഉപായങ്ങളെ സ്ഥാനയോഗ്യത അനുസരിച്ച് ഉപയോഗിച്ചു. ഓരോ സ്ഥാനം അനുസരിച്ച് സാമം അത് സാമാദിഭി ഉപായൈ, സാമാദികളായ ഉപായങ്ങൾ കൊണ്ട് അനുശാസിപ്പിച്ചു. ഉപായൈർ ജനതാം അനുശാസ. സാമാദിഭിർ ഉപായൈർ. കിട്ടിയില്ലേ വാക്കൊക്കെ? 16 ദ്രവ്യദേശകാലവയ ശ്രദ്ധ ഋത്വിക് വിവിധ ഉദ്ദേശ ഉപചിതൈ സർവൈരപി ക്രതുഭിർ യഥോപദേശം ശതകൃത്വ ഇയാജ. ഏതേത് കാലത്തിൽ ഏതേത് പദാർത്ഥങ്ങൾ ലഭിക്കുമോ ആ തരത്തിലുള്ള പദാർത്ഥങ്ങളെ കൊണ്ട് പുണ്യസ്ഥലങ്ങളിൽ കൊണ്ട് വെച്ച് അത് കൊണ്ട് ഫലം സിദ്ധിക്കുമോ അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിൽ വെച്ചും, അതുപോലെ ഓരോ ഋതുക്കളിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് ആ സമയത്ത് തന്നെ ചെയ്തും, ഓരോ അവനവൻ്റെ ഓരോ ദശാകാലം, ഓരോരുത്തരുടെ ഓരോ സമയമുണ്ടല്ലോ യൗവന കാലത്ത്, അതിക്രമിക്കുന്നതിന് മുൻപ് തന്നെ വിശ്വാസപൂർവം വളരെ എല്ലാ ദേവതകളെയും ഉദ്ദേശിച്ച് വേദം നിശ്ചയിക്കുന്ന മാർഗത്തെ ഒട്ടും തന്നെ തെറ്റാതെ സകല സമൃദ്ധിയോട് കൂടിയവനുമായ സകല യജ്ഞങ്ങളും വേണ്ട വിധത്തിൽ വേദം പറഞ്ഞിരിക്കുന്നത് പോലെ ഭഗവാനെ 100 പ്രാവശ്യം യജിച്ചു. എന്നുവെച്ചാൽ 100 പ്രാവശ്യം യജ്ഞങ്ങൾ നടത്തി. ഏതേത് കാലത്തിൽ ഓരോ കാലത്തിലും ചെയ്യേണ്ടത് കാലം ഋതു സമയം, അതാണ് കാലത്തിൻ്റെ ഓരോ സമയത്ത്. വയസ്സ്, അതോ യൗവനാവസ്ഥ, സ്ഥലം, ദേശം, പുണ്യസ്ഥലം, ദ്രവ്യം, പദാർത്ഥം ഓരോന്ന്. ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി. ഋത്വിക്ക് ആചാര്യൻ. വിവിധോദ്ദേശ പല ദേവതകളെക്കുറിച്ചുള്ള ഉപചിതൈ അഭിവൃദ്ധി. ഓരോ ദേവതകൾക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. യഥോപദേശം, ഉപദേശം വെച്ചാൽ ഉപദേശിച്ചിരിക്കുന്നത് പോലെ, അതായത് വിധി പോലെ, വിധിപ്രകാരം തന്നെ. ശതകൃത്വ 100 പ്രാവശ്യം യാജ യജിച്ചു. കിട്ടിയില്ലേ വാക്കുകളൊക്കെ? ദ്രവ്യ ദേശ കാല വയ ശ്രദ്ധ ഋത്വിക് വിവിധോദ്ദേശ ഉപചിത. ദേശ ഋത്വിക് ആചാര്യൻ. സർവൈരവി ക്രതുഭിർ യഥോപദേശം ശതകൃത്വ യാജ. 17 ഭഗവദ് ഋഷഭേണ
പരിരക്ഷ്യമാണ് ഏതസ്മിൻ വർഷേ ന കശ്ചന പുരുഷോ വാഞ്ചതി അവിദ്യമാനം ഇവ ആത്മനോന്യസ്മാത് കഥം ചന കിമപി കർഹിചിത് അവേക്ഷതേ ഭർത്തരി അനുസവനം വിജൃംഭിത സ്നേഹ അതിശയം അന്തരേണ. പരിരക്ഷ്യമാണ് ഏതസ്മിൻ കശ്ചന പുരുഷ വാഞ്ചതി അവിദ്യമാനം ഇവ ആത്മനോന്യസ്മാത് ഇവ ആത്മന അന്യസ്മാത്. അതാണ് ഒന്നിച്ച് ഇവ വാഞ്ചതി അവിദ്യമാനം വാഞ്ചതി അവിദ്യമാനം ഇവ ആത്മന അന്യസ്മാത് കഥഞ്ചന കിമപി കർഹിചിത് അവക്ഷതേ ഭർത്തരി അനുസവനം വിജൃംഭിത സ്നേഹാതിശയമന്തരേണ. പ്രജകളുടെ സ്വഭാവത്തെയാണ് ഇവിടെ പറയുന്നത്, ഈ ഇതിനകത്ത് പറയുന്നത്. പ്രജകൾ എങ്ങനെയായിരുന്നെന്ന്. ഭഗവത് അവതാരമായ ഋഷഭനെ പരിപാലിക്കുന്ന ഈ ഭാരതത്തിലെ നിവാസികൾ ഒരു പുരുഷൻ എങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ അന്യനിൽ നിന്ന് തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചില്ല. ഇത് അവിടെ തന്നെ രക്ഷപ്പെട്ടു. ഇത് വേറൊരാളിൻ്റെ അത് തൻ്റേതാക്കണമെന്നോ അല്ലെ വേറൊരാളിൻ്റെ പോലെ തന്നെ തൻ്റേതാകണമെന്നോ വിചാരിക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് അയാളിൽ നിന്ന് വെറുതെ കിട്ടുക എന്നുള്ളത്, ഒന്ന് അയാളെ പോലെ ആകാനുള്ള ശ്രമത്തിനിടയിൽ ഒരുപാട് കഷ്ടപ്പെടുക. നമ്മൾ നമ്മളെപ്പോലെ ഇരുന്നാൽ മതിയല്ലോ. ഒരുപാട് മറ്റൊരാളിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും കർമ്മങ്ങൾ അധർമ്മ മാർഗത്തിൽ നമ്മൾ ചരിക്കും. അതുപോലെയാകാൻ നമുക്കൊരു ഈശ്വരനൊരു നിശ്ചിതമായ ഒരു ഇത് തന്നിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടോ അല്ലെ അതിനേക്കാൾ താന്നോ ഏത് തരത്തിലായാലും രണ്ട് തരത്തിലും ആകാൻ ശ്രമിച്ചാൽ രണ്ട് തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. കൂടുതൽ ആഗ്രഹിച്ചാൽ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും, കുറഞ്ഞ ആഗ്രഹിച്ചാൽ നമുക്ക് സിമ്പിളാകാൻ ചിലർ പറയില്ലേ. അതും അവർക്ക് കിട്ടിയത് കൊണ്ട് അവർ സന്തോഷിക്കുക. തനിക്ക് കിട്ടേണ്ട ഒരു ഭാഗം കിട്ടി അത് താൻ അതിനെ അനുഭവിച്ചോളുക. മറ്റൊരാളിനുണ്ടത് കൊണ്ട് അല്ലെ മറ്റൊരാളിൻ്റേത് പോലെ ആളാകാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റില്ല, സാധ്യമാകണമെന്നില്ല. അഥവാ സാധ്യമായാൽ അത് അധർമ്മ ആചരണത്തിലൂടെയാകും. അതുകൊണ്ടാണ് പലരും പറയുന്നത് നമ്മൾ കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടുക, അതുകൊണ്ട് അത് വെച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. അതിന് മുകളിലോട്ട് പോകാൻ നോക്കിയാൽ ഒന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അധർമ്മത്തെ കൂട്ടുപിടിക്കേണ്ടി വരും. അതാണ് പ്രജകളുടെ സ്വഭാവത്തിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കേട്ടോ. ഭഗവത് അവതാരമായ ഋഷഭദേവൻ ഭരിക്കുന്ന ഭാരതത്തിലെ ആളുകൾ ഒരു സാധനത്തെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സമയത്ത് ഏത് വിധത്തിൽ അന്യനിൽ നിന്ന് തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചേയില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നം ഉണ്ടായില്ല. ലോകത്തിൽ ഇല്ലാത്തതായ ആകാശപുഷ്പം അങ്ങനെ ഒരെണ്ണമുണ്ടോ? ഇല്ല. അത് മുയലിന് കൊമ്പില്ല, അപ്പം ഇത് കിട്ടുമോ? മുതലായ വസ്തുക്കളെ എങ്ങനെ ഒരുവൻ ആഗ്രഹിക്കുക? കാരണം അതില്ലല്ലോ. അതുപോലെ ജനം മുഴുവനും അന്യരുടെ വസ്തുക്കളെ ആഗ്രഹിച്ചില്ല, അന്യരുടെ വസ്തുക്കളെ നോക്കുക പോലും ചെയ്തില്ല. അപ്പോൾ നോക്കിയാലല്ലേ ആഗ്രഹം വരുള്ളൂ. തങ്ങൾ പരിപാലിക്കുന്ന ഭഗവാനിൽ നിന്ന് എപ്പോഴും വളരെയധികം സ്നേഹം ഉണ്ടായി വരണം, ഭഗവാനിലെ സ്നേഹം വർദ്ധിച്ചു വരണം എന്ന് മാത്രമേ അവരുടെ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചുള്ളൂ. 18 സ കഥാചിദടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തഗതോ ബ്രഹ്മർഷി പ്രവരസഭായാം പ്രജാനാം നിശാമയന്തീനാം ആത്മജാന ആവഹിതാത്മന പ്രശ്രയ പ്രണയഭര സുയന്ത്രിത അനപി ഉപശിക്ഷയൻ ഇതി ഹോവാച. കഥാചിത് അടമാന സ ഋഷഭ ബ്രഹ്മാവർത്തഗത ബ്രഹ്മർഷി പ്രവരസഭായാം പ്രജാനാം നിശാമയന്തീനാം ആവഹിതാത്മന പ്രശ്രയ പ്രണയഭരസുയന്ത്രിതാൻ
പ്രണയം, പ്രശ്രയം എന്നിവയാൽ എന്നാണ്. പ്രശ്രയ പ്രണയഭര സുയന്ത്രിതാൻ വശീകരിക്കപ്പെട്ടവരുമായ ആത്മജാൻ പുത്രന്മാരെ ഉപശിക്ഷയൻ ഉപദേശിക്കുന്നവനായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഇതി ഉവാച, ഇതി ഹ ഉവാച എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉവാച ഹ. കിട്ടിയ വാക്കുകളൊക്കെ അവിടെയുള്ള പ്രജകളുടെ ക്ഷേമങ്ങളെ കണ്ടറിയുന്നവനായിട്ട് പല ദേശങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഋഷഭദേവൻ ഒരു സമയത്ത് ബ്രഹ്മാവർത്തത്തിൽ പ്രവേശിച്ചു. അപ്പോൾ പലയിടത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഭരതനെ ഏൽപ്പിച്ചിട്ട് ആ ബ്രഹ്മർഷികളിൽ വെച്ച് പരമോത്കൃഷ്ടന്മാരായ മഹർഷിമാരുടെ മഹാസഭയിൽ പ്രവേശിച്ചു. ജനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം കേൾക്കെ വിനയം, അതുപോലെ തന്നെ പരമമായ സ്നേഹം, അതുപോലെ അന്ധകരണത്തിലെ ദുർവൃത്തികളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ആ ശ്രേഷ്ഠ ഗുണനായിട്ടിരിക്കുന്ന അദ്ദേഹം സ്വപുത്രന്മാരോട് ഇനി പറയുന്നത് പോലെ താഴെ പറയുന്ന പ്രകാരം സ്പഷ്ടമായിട്ട് ഉപദേശിച്ചു. അതുകൊണ്ട് നിർത്തുക. സ കഥാചിദടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തഗതോ ബ്രഹ്മർഷി പ്രവരസഭായാം പ്രജാനാം നിശാമയന്തീനാമാത്മജാൻ അവഹിതാത്മന പ്രശ്രയ പ്രണയഭരാ സുയന്ത്രിത എന്നേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, നമ്മളങ്ങനെയല്ലേ ഇപ്പോൾ പറഞ്ഞപ്പോൾ. ബ്രഹ്മർഷി പരമസഭായാം സമയന്തീനാം പ്രണയഭരം പ്രശ്രയ പ്രണയഭര സുയന്ത്രിതാൻ പ്രശ്രയ പ്രണയഭര സുയന്ത്രിതാൻ സുയന്ത്രിതാൻ ആപി ഉപശിക്ഷയൻ ഇതി ഹോവാച. കിട്ടിയോ? ഒന്നുകൂടെ വായിച്ചേക്കാമേ. സ കഥാചിദടമാനോ ഭഗവാൻ ഋഷഭോ ബ്രഹ്മാവർത്തഗതോ ബ്രഹ്മർഷി പ്രവരസഭായാം പ്രജാനാം നിശാമയന്തീനാം ആത്മജാനവഹിത ആത്മന പ്രശ്രയ പ്രണയഭര സുയന്ത്രിതാന അപി ഉപശിക്ഷയൻ ഇതി ഹോവാച. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഋഷഭദേവാനുചരിതേ ധർമ്മനിരൂപണം നാമ ചതുർത്ഥോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.